മറ്റു വാർത്തകളിലേക്ക് പോയാൽ തലസ്ഥാനത്തെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചി ഇ.ഡി. ഓഫീസിന് കനത്ത സുരക്ഷ. 25 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. CSFന്റെ സുരക്ഷയ്ക്ക് പുറമെയാണ് ഇത്. സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, എന്തായാലും കേന്ദ്ര ഏജൻസികളാണ് സാധാരണ ഇ.ഡി. ഓഫീസിന്റെയൊക്കെ സുരക്ഷ. പക്ഷേ അത് പോലീസ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒരു സുരക്ഷ കൈകാര്യം ചെയ്യണം എന്ന തരത്തിലേക്ക് വരികയാണ്. കൂടുതൽ ഒരു സുരക്ഷ ഉറപ്പാക്കുകയാണ്. പ്രത്യേകിച്ച് പോലീസിന് വലിയൊരു നാണക്കേട് തിരുവനന്തപുരത്ത് ഉണ്ടായ പശ്ചാത്തലത്തിൽ. തീർച്ചയായിട്ടും രജീഷ്, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസാണ് ഈ കാണുന്നത്. വലിയ രീതിയിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. 25ഓളം പോലീസുകാരെ മാത്രം ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് പോലെ ബാരിക്കേഡൊക്കെ ഒരുക്കിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിന് മുന്നിൽ. ഒപ്പം തന്നെ 25ഓളം പോലീസുകാരെ പല ഭാഗങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. കുറച്ച് പോലീസുകാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, മറ്റു പോലീസുകാർ അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള സുരക്ഷയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ കേന്ദ്ര ഏജൻസികളുടെ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. കാണുന്നത് പോലെ CSFന്റെ ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുകയാണ്. അങ്ങനെ ശക്തമായ ഒരു സുരക്ഷ ഓഫീസിന് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ ഓഫീസിന് മുന്നിലുള്ള സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ പോലീസുകാരെയും കൂടുതൽ കേന്ദ്ര ഏജൻസികളെയും എല്ലാം ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ വല്ല പ്രതിഷേധ പ്രകടനങ്ങളോ അല്ലെങ്കിൽ വല്ല ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്രയധികം പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ നമുക്കറിയാം തിരുവനന്തപുരത്തടക്കം പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോയി. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നത്. രുചീഷ്. ശരി സഹിൻ, എന്തായാലും